ഹായ് ഓൾ, നമ്മളൊന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ്. ചാപ്റ്ററിൻ്റെ പേര് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നമ്മൾ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കുറേ ചാപ്റ്ററുകൾ പഠിച്ചു വരുവാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലൊരു അടിപൊളി ചാപ്റ്ററാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ ഇതിനകത്ത് പഠിച്ചെടുക്കാനുണ്ട്. അതിലാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്ററും തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന മോഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചാപ്റ്ററുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്ററുകളെല്ലാം ഒരു മോഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് മാസ് എന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് എനി മാസ് ബോഡി, ഏത് മാസ് ബോഡി എടുത്താലും അതൊരു പോയിൻ്റ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വസ്തുക്കളൊന്നും പോയിൻ്റ് മാസുകളല്ല, അതൊക്കെ എക്സ്റ്റെൻഡഡ് ബോഡീസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒരു പോയിൻ്റ് മാസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന തിയറികൾ ഇത്തരത്തിലുള്ള എക്സ്റ്റെൻഡഡ് ബോഡീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പോയിൻ്റ് മാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, അങ്ങനെയാണ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പോയിൻ്റ് മാസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അതൊക്കെ ശരിയായിരിക്കാം. എന്നാൽ എക്സ്റ്റെൻഡഡ് ബോഡീസിൻ്റെ കേസിൽ സെയിം റൂള് അതേപോലെ നമുക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതുമാണ് ഈ കാണുന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. അതിന് എക്സ്റ്റെൻഡഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരമാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേര്. ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. കാരണം എക്സ്റ്റെൻഡഡ് ബോഡീസിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പും സൈസും എല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1. 2, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് മോഷൻ, നമുക്ക് പലതരത്തിലുള്ള മോഷൻസ് ഉണ്ടാകും. അതിൽ ഒരു ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഷൻ്റെ പേരാണ് റൊട്ടേഷണൽ മോഷൻ എന്നും പറയുന്നത്. അപ്പോൾ ഒരു ആക്സിസ് എന്ന് പറയുമ്പം നമുക്ക് നേരത്തെ പഠിച്ചിരിക്കുന്ന മോഷൻസ് എല്ലാം ഒരു ആക്സിസ് ഒന്നുമില്ല, ഒരു ലീനിയർ മോഷൻ എന്നൊരു കൺസെപ്റ്റാണ്. അതിൻ്റെ പൊസിഷൻ മാറുന്നു ആൻഡ് ബോഡി ഈസ് പോയിൻ്റ് മാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ട്രാൻസ്ലേറ്ററി മോഷനാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ആക്സിസ് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം നമുക്ക് ഒരു വാഹനത്തിൻ്റെ, ഒരു വെഹിക്കിളിൻ്റെ വീല്, അതിൻ്റെ മോഷൻ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതവിടെ കിടന്ന് കറങ്ങുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് മുന്നോട്ട് നീങ്ങുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചക്രങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ കറങ്ങുന്ന ചക്രം ആ ഒരു ആക്സിസിൻ്റെ ബേസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബോഡിയുടെ പൊസിഷൻ എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിന് ഒരു സ്പീഡ് അവൈലബിൾ ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് 2 ടൈപ്പ് മോഷൻസ് ഒരുമിച്ച് നിൽക്കുന്നതാണ്. അതായത് ഒരു ആക്സിസിലുള്ള കറക്കത്തിൻ്റെ പേരാണ് റൊട്ടേഷണൽ മോഷൻ എങ്കിൽ ആ ബോഡിയുടെ പൊസിഷൻ ഇങ്ങനെ മാറുന്നത് കൊണ്ട് അവിടെ പൊസിഷൻ മാറ്റം ഉള്ള കാരണത്താൽ അവിടെ ട്രാൻസ്ലേറ്ററി മോഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന മോഷൻസിൽ പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷനുണ്ട്, പ്യുവർ റൊട്ടേഷണൽ മോഷനുണ്ട്, ബോത്ത് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേറ്ററി ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റൊട്ടേഷണൽ മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ പറയേണ്ടത്. ഇറ്റ് ഈസ് ദ മോഷൻ അബൌട്ട് എൻ ആക്സിസ് അല്ലേ. ഒരു ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മോഷനെയാണ് നമ്മൾ വിളിക്കുക, റൊട്ടേഷണൽ മോഷൻ എന്ന് വിളിക്കുക. അപ്പം ആ ആക്സിസ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വഴിയെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് നീങ്ങാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് പോയിൻ്റ് മാസ് എന്ന ഒരു സങ്കല്പം നമ്മൾ എടുത്തു മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് കൊണ്ടുവരികയാണ്, കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പം അത്തരം ബോഡീസിനെ നമ്മൾ ഇനിയൊരു പേര് വിളിക്കും. ആ ബോഡിയുടെ പേരാണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക, റിജിഡ് ബോഡി. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുമ്പം നമുക്ക് 2 രീതിയിൽ മനസ്സിലാക്കണം. അതിലൊന്നാമത്താണ് പറഞ്ഞത്, എ റിജിഡ് ബോഡി എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് ബോഡി ദാറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ ദി പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സച്ച് ബോഡി ആർ സെയിം.
വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബോഡി എടുത്തൊരു റിജിഡ് ബോഡി ആണെങ്കിൽ ഈ ബോഡിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് കൊടുക്കാം, എക്സ്റ്റേണൽ ഡീഫർമിങ് ഫോഴ്സ് കൊടുക്കാം. ഈ ഫോഴ്സ് കൊടുത്താലും അതിൻ്റെ ഷേപ്പിനോ സൈസിനോ ഒന്നും ഒരു മാറ്റവും വരാതിരിക്കുമ്പോഴാണ് അതിനെ നമ്മൾ പ്രാക്ടിക്കലി റിജിഡ് ബോഡി എന്ന് നമ്മൾ പറയാറുള്ളത്. ആ ലോജിക്ക് തന്നെ മതി. അപ്പോൾ ഇവിടെ റിജിഡ് ബോഡി എടുക്കാനുണ്ടായൊരു കാരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആരെ പറ്റിയാണ്? എക്സ്റ്റെൻഡഡ് ബോഡീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് ബോഡീസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ എന്താണ് സിസ്റ്റം ഓഫ് എന്തായിരിക്കും? പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ എ റിജിഡ് ബോഡി ഈസ് എൻ എക്സ്റ്റെൻഡഡ് ബോഡി വിച്ച് ഈസ് ദ കളക്ഷൻ ഓഫ് എന്താണ്? പാർട്ടിക്കിൾസ് ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് എ റിജിഡ് ബോഡി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഡെഫിനറ്റ് ഷേപ്പും സൈസുമുള്ള ഒരു ബോഡി, അവിടെ നിങ്ങൾ എത്ര ഡീഫോമിങ് ഫോഴ്സ് കൊടുത്താലും അതിൻ്റെ ഷേപ്പിനോ സൈസിനോ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഒരു ചേഞ്ചും വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമ്മൾ ഈ സ്ക്രീനിലോട്ടൊന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഈ 2 ഫിഗറുകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് മോഷൻസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബോഡി, ഇപ്പം ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നിൽക്കുന്ന ഈ ഒരു ബോഡി അവിടുന്ന് സ്ലൈഡ് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ സ്ലൈഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഈ P1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ, P2 എന്ന് പറയുന്ന പാർട്ടിക്കിളൊക്കെ സം വെലോസിറ്റിയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ വെലോസിറ്റി ത്രൂ ഔട്ട് എന്താണ്? സെയിം ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ P1 എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. P2വിനും പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. മറ്റൊരു തരത്തിലുള്ള മോഷൻ അവിടെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷൻ. അവിടെ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി. ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു എന്താണ്? വീൽ അല്ലെങ്കിൽ ഒരു ബോൾ. ഇറ്റ് ഈസ് ഓക്കെ സ്ലൈഡ് ചെയ്യാണ്. ദർ ഇസ് നോ സ്ലിപ്പിംഗ് കേട്ടോ. സ്ലിപ്പിംഗ് ഇല്ല. ഓൺലി എന്താണ്? അത് സർഫസിലൂടെ എന്ത് ചെയ്യുന്നു? ഉരുണ്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് നിങ്ങൾ നോക്കുക. P1, P2, P4, P3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ P2 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എങ്ങോട്ടാണ്? ആ ഡയറക്ഷനിലേക്ക്, ടാൻജൻഷ്യൽ ടു ദ പോയിന്റ് ആണ്, അങ്ങോട്ട് അല്ലേ. P1 നിങ്ങൾ കാണാം, P2 എങ്ങോട്ട് കാണാം, ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഇതിൽ ഒരു പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്തല്ല? സെയിം അല്ല. കാരണം എന്താ? ഇറ്റ് ഈസ് റോളിങ്. ഓക്കെ, റോളിങ്. ഈ റോളിങ്ങിൽ എന്താ പ്രത്യേകത? ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം പൊസിഷനും മാറുന്നുണ്ട്. അവിടെ വെലോസിറ്റിക്ക് ഓൾറെഡി എന്തുണ്ട്? ഒരു ചേഞ്ചും ഉണ്ട്. പൊസിഷൻ മാറുമ്പം അവിടെ ട്രാൻസ്ലേറ്ററി മോഷനുണ്ട്. റോള് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? റൊട്ടേറ്ററി മോഷനുണ്ട്. പോരാത്തത് ഇവിടെയൊക്കെ എന്താണ്? വെലോസിറ്റികൾ എന്താണ്? ഡിഫറൻറ്റുമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന് എക്സാമ്പിളാണ് ഈ ഒരു പോയിന്റ് എടുക്കുക, P3 എന്ന് പറയുന്ന പോയിന്റ്. ഈ P3 എന്ന് പറയുന്ന പോയിന്റിൻ്റെ റോളിംഗ് കാരണം ഉണ്ടാകുന്ന വെലോസിറ്റി ഇങ്ങോട്ടും, ട്രാൻസ്ലേറ്ററി മോഷൻ കാരണം ഉണ്ടാകുന്ന വെലോസിറ്റി നേരെ തിരിച്ചുവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1. 2, ഇതിൽ P1 എന്ന് പറയുന്നൊരു പോയിന്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ആ ബോഡി ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ട്രാൻസ്ലേറ്ററി മോഷനിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് റോളിംഗ് ഇല്ല. സോ അയാളുടെ വെലോസിറ്റി V ആണെങ്കിൽ, ഓക്കെ, ഇയാളുടെ വെലോസിറ്റി ഇപ്പോൾ എത്രയാണ്? 0 എന്നല്ലേ ഞാൻ പറഞ്ഞത്. എങ്കിൽ ഈ പോയിന്റിൻ്റെ വെലോസിറ്റി എത്ര ഉണ്ടായിരിക്കുന്നു വെച്ചാൽ ഏകദേശം ഇതിൻ്റെ എത്ര ഉണ്ടാവും? ഡബിൾ ഉണ്ടാകും. കണ്ടോ? അതായത് ഇപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ബോഡിയിൽ 3 പാർട്ടിക്കിൾസ് എടുത്തു. ആ 3 പാർട്ടിക്കിൾസിൻ്റെയും വെലോസിറ്റി എങ്ങനെയാണ്? ഡിഫറൻറ്റാണ്. അവിടെ ഗ്രൗണ്ടിൽ, അതായത് സ്ലിപ്പിംഗ് ഇല്ല എങ്കിൽ കേട്ടോ, സ്ലിപ്പിംഗ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സ്ലിപ്പിംഗ് ഇല്ല എങ്കിൽ P3 എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. P1ൻ്റെത് V ആയിരിക്കും. P2 എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി സർഫസിലേക്ക് കാണിക്കണം. ഇറ്റ് ഇസ് ജസ്റ്റ് ബിലോ ആയിപ്പോയി, കുറച്ചുകൂടി മേലേക്ക് കാണിക്കണം. ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയായിരിക്കും 2V ആയിരിക്കും. അപ്പം നിങ്ങൾ നോക്കി ഇതിലെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും വെലോസിറ്റി എന്താണ്? വ്യത്യസ്തമാണ്. അപ്പം ഇതൊരു കമ്പൈൻഡ് മോഷനാണ്. അവിടെ നിങ്ങൾ ട്രാൻസ്ലേറ്ററി മോഷനും അതുപോലെ തന്നെ റൊട്ടേറ്ററി മോഷനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ സമയം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇൻ പ്യൂർ ട്രാൻസ്ലേഷണൽ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ഹാവ് സെയിം വെലോസിറ്റി. ഓക്കെ,
ഇവിടെ എല്ലാ പാർട്ടിക്കിൾസിനും എന്തായിരിക്കും ഒരേ വെലോസിറ്റി ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഹിയർ all the particles in the system have different velocity. In which motion? Rolling motion. അപ്പോൾ റോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ട് മോഷനും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് ഓൺലി റൊട്ടേഷൻ, അവിടെ എന്തും കൂടി ഉണ്ട്, ഒരു ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാ ഇവിടെ മറ്റൊരു ഫിഗറുണ്ട്. ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഫിഗർ ഒരു എക്സ്റ്റെൻഡഡ് ബോഡി തന്നെയാണ്. ഈ ബോഡിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആക്സിസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്സിസ് ഫിക്സ് ചെയ്യുമ്പം ആ ആക്സിസിന് നിങ്ങൾ നോക്കുക, അവിടെ ഞാനൊരു XY പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഡിപ്പെൻസ്, ഒരു പ്ലെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്തു. നൗ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ്. ഇറ്റ് ഈസ് റൊട്ടേറ്റഡ്. അപ്പം ആക്സിസിൽ നിങ്ങൾ ഒരു എന്താണ് റൊട്ടേഷണൽ മോഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ബോഡിക്കകത്തുള്ളൊരു പാർട്ടിക്കിളാണ് ഈ കാണിച്ചിരിക്കുന്ന P1. ഓക്കെ, ഇറ്റ് ഈസ് under which motion? Circular motion about that axis. And what about P3? It is also in the same circular motion but of different എന്താണ് angular velocity എന്ന് പറയുന്ന പോലെ നമുക്ക് ഇവിടെ എന്താണ് ഒരു ഇപ്പം നിങ്ങൾ നോക്കിയാൽ P1 എന്ന് പറയുന്ന പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസും P2ലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്താണ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ P1 എത്ര ഈസി ആയിട്ട് മോഷനിലേക്ക് വന്നോ അത്ര ഈസി ആയിട്ട് P2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ മോഷനിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ P3 എന്ന പാർട്ടിക്കിൾ ആക്സിസ് ഒന്ന് കറങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ തന്നെ കറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഈ കാണുന്ന P3 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ. കുറച്ച് സ്ലോ ആയിരിക്കും P1, അതിനേക്കാൾ സ്ലോ ആയിരിക്കും P2. പക്ഷേ ഇവർ ആ നിൽക്കുന്ന പ്ലെയിനിൽ കിടന്ന് കറങ്ങുക എന്നല്ലാതെ അവർ അതിൻ്റെ പൊസിഷൻസ് ഒന്നും ആക്സിൽ നിന്ന് മാറുന്നൊന്നുമില്ല. അതായത് അവിടെ കിടന്ന് കറങ്ങുന്നു എന്നല്ലാണ്ട് അതിൻ്റെ ട്രാൻസ്ലേറ്ററി മോഷൻ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്യുവർ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്യുവർ ട്രാൻസ്ലേഷണൽ, പ്യുവർ റൊട്ടേഷണൽ ആൻഡ് റോളിംഗ്, ഇങ്ങനെ 3 ടൈപ്പ് മോഷൻസ് ആണ് എക്സ്റ്റെൻഡഡ് ബോഡീസിൻ്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ എക്സ്റ്റെൻഡഡ് ബോഡി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആ ഒരു ബോഡീൻ്റെ കേസിൽ നോക്കിയാൽ മതി. എവ്രി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി മൂവ്സ് ഇൻ സർക്കിൾ വിച്ച് ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് ഹാസ് ഇറ്റ് സെൻറ്റർ ഓൺ ദി ആക്സിസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്. ഈ മോഷനാണ് ഏത് മോഷൻ? പ്യുവർ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് നമ്മൾ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് നൗ ലുക്ക് ഹിയർ, ഒരു ടോപ്പ്. ആ ടോപ്പ് നമ്മൾ പമ്പരം എന്ന് പറയില്ല, നമ്മൾ കറക്കി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു എന്താണ്, അതിനൊരു ആക്സിസ് ഉണ്ട്. ആ ഒരു പിൻ പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്. ഈ പിൻ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ കറങ്ങുന്നുണ്ട്. കറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. അപ്പം ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു പ്ലെയിന് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ ആ പ്ലെയിൻ ഒന്ന് ചരിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആക്സിസ് ഒരു ഓസിലേറ്ററി മോഷനിൽ വരുന്നുണ്ട്, കണ്ടോ? ഓക്കെ, അതേസമയം about any axis which you consider, rest of the particles are in which motion? Rotatory motion, അല്ലേ? കാരണം ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഈ ആക്സിസിൻ്റെ ബേസിൽ റൊട്ടേറ്ററി മോഷനിൽ നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ ആക്സിസ് എന്താകുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന ഈ ഫാനിൻ്റെ കേസിലും നിങ്ങൾ നോക്കേണ്ടത്. ഒരു പെഡൽസൽ ഫാനാണ് അല്ലേ? ഇതിൽ ഈ കാണുന്ന ലീഫുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആക്സിസ് എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്ലെയിനിൽ ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ ആക്സിസ് എന്താണ്, ഇവിടെ റൊട്ടേഷൻ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പെർപെൻഡിക്കുലറായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കിയാൽ മതി, ഓസിലേറ്റിംഗ് ടേബിൾ ഫാൻ, റൊട്ടേറ്റിംഗ് എന്താണ് റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിവോട്ട് ചെയ്തിരിക്കുന്ന ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് പിവോട്ട് ചെയ്തിരിക്കുന്ന ആക്സിസ്, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഈ ഫാൻ കറങ്ങുമ്പം ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്, ഇതേപോലെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് അവിടെയും. പക്ഷേ അവിടെ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള അയാളുടെ കറക്കം അത് ആസ് യൂഷ്വൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ പോയിന്റ് ഈ പിവോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ ഈ ഒരു റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് പോകാൻ പോകുന്നത്. കാരണം എക്സ്റ്റെൻഡഡ് ബോഡീസിനെ പറ്റി നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്സിസ് അത് നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, എവിടെ വെക്കുമ്പോഴാണ് ആ ബോഡി ഒരു ഈസി റൊട്ടേഷൻ കാണിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കേസാണ് ഈ കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ്. എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത്? അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ബോഡിയുടെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ബോഡിയിലെ തന്നെ ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കാൻ പോണത്. അതായത് ഇപ്പം ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആ റോഡിൽ തന്നെയുള്ളൊരു പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. അതായത് ആ ബോഡിയുടെ ടോട്ടൽ മാസ് ആ ബോഡിയിൽ തന്നെയുള്ളൊരു പോയിന്റിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ വിചാരിക്കും സെൻറ്റർ ഓഫ് മാസിലാണല്ലോ മൊത്തം മാസ് ഫോക്കസ് ചെയ്യുക. അങ്ങനെ പറയുമ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, സെൻറ്റർ ഓഫ് മാസിൽ മാസ് വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ എക്സ്റ്റെൻഡഡ് ബോഡീസിനെ പറ്റി പറയുമ്പം ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ റിംഗ് ഒക്കെ എടുത്താൽ, റിംഗ് ബാങ്കിൾ അല്ലേ, ആ റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ പോർഷൻ എംറ്റിയാണ്. പക്ഷെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്ന എവിടെയായിരിക്കും? ആ എംറ്റി സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അങ്ങനെ വരുമ്പം ആ പോയിന്റിൽ അവിടെ എന്തില്ല? മാസ് ഇല്ല. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതായത് ബോഡിയുടെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പോയിന്റാണ് ഇത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തലാണ് നമ്മുടെ ആദ്യത്തെ ഒരു ജോലി. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊസിഷൻസ് കണ്ടെത്തുന്ന ഒരു ജോലി. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ബോഡീസാണ് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഒരു റെഗുലർ ജോമെട്രി ഉണ്ടാവും, ഒരു ഇറഗുലർ ജോമെട്രി ഉണ്ടാവും. ഈ റെഗുലർ ജോമെട്രി എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു ഡെഫിനിറ്റ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ബ്രെഡ്ത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡെഫിനിറ്റ് ഷേപ്പുള്ളൊരു ബോഡിയാണ്. അപ്പോൾ ഏറെക്കുറെ അത്തരം ബോഡീസിൻ്റെ കേസിൽ നമുക്കതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിളിന് ഇപ്പം ഇതൊരു റോഡാണ്. എവിടെയായിരിക്കും ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ചോദിച്ചാൽ ഏകദേശം എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞേക്കാം. അപ്പോൾ എവിടെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? റോഡിന് പകരം നമുക്കിതേപോലെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്, ഇതേപോലെ നമുക്കൊരു സ്ക്വയറാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറേ ബോഡീസ് എടുത്തു. ഇനി നമുക്ക് എന്താണ്? ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ബോഡിയാണ്, ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ഷേപ്പുള്ള വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ റോഡാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെയാണെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ കേസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഏകദേശം ഇവിടെ പറയാൻ പറ്റും. എന്നാൽ ഇതൊന്നും അല്ലാത്ത ഇറഗുലർ ജോമെട്രീസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ആ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഡിഫിക്കൽട്ടാണെന്ന് അർത്ഥമില്ല. കാരണം നമുക്ക് അതിന് സം സോർട്ട് ഓഫ് ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇപ്പം ഈ റെഗുലർ ജോമെട്രിക്കൊക്കെ എക്സാക്ട്ലി അതിൻ്റെ സെൻറ്ററിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന ബോഡിയുടെ മാസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോൺ യൂണിഫോം ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ എൻഡിലേക്ക് മാസ് കുറവും ആ എൻഡിലേക്ക് മാസ് കൂടുതലുമാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ കൂടുതൽ മാസ് ഏത് പോയിന്റിലേക്കാണോ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ആ പോയിന്റിലേക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ രണ്ട് മാസുകൾ തന്നിട്ടുണ്ട്, M1 M2 ആണ്. അതിൽ M1 എന്ന് പറയുന്നത് ഈ ഒരു XY പ്ലെയിനിലുള്ള ഒരു പ്ലെയിനിൽ നമ്മൾ വെച്ചിട്ട് ഈ M1 എന്ന് പറയുന്നത് ആ പ്ലെയിനിലെ ഇതാണ് നമ്മൾ പറയുന്ന പോയിന്റ്. ഓക്കെ, അവിടുന്ന് x1 ഡിസ്റ്റൻസിലും M2 x2 ഡിസ്റ്റൻസിലും, അങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രം ദ സെയിം ആക്സിസ് x ഡിസ്റ്റൻസിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് XCM നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ M1 × x1 + M2 × x2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? M1 + M2. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ M1 × x1 എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ലെങ്ത് എന്നല്ലേ.
ഇതിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് മാസ് മൊമെൻറ്റ്. എന്താണ് മാസ് മൊമെൻറ്റ്? ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിളിക്കേണ്ട പേരാണെന്ത്? എന്താണ്? മാസ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ദി മാസ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു ദി മാസ് മൊമെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആണ് കണക്കാക്കേണ്ടത്. സം ഓഫ് ദി മാസ് മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു ദി മാസ് മൊമെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. മാസ് മൊമെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ മൊത്തം മാസാണ്. M1 + M2 × X ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. M1 + M2 × XCM ഇസ് ഈക്വൽ ടു M1 X1 + M2 X2. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. M1 X1 + M2 X2. അപ്പോൾ ഈ ഒരു ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റ് സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ആ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല യൂസ് ചെയ്യാം. സോ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. XCM ഇസ് ഈക്വൽ ടു സിഗ്മ MI XI ഡിവൈഡഡ് ബൈ സമ്മേഷൻ M എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ 1 to n ആണ്. ഓക്കെ, യൂഷ്വലി നമുക്ക് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അലോങ് ദിസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ നമുക്ക് ഇതിനൊരു വൈ എന്താണ്? ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 2 മാസുകൾ ഒരു ആക്സിസിൽ വെച്ചതുപോലെയാണ്. ഇനി നമുക്കൊരു മൂന്നാമതൊരു മാസ് ഈ പ്ലെയിനിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എവിടെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമിലർ കൈൻഡ് ഓഫ് ഫോമുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ മാസ് മൊമെൻറ്റുകൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? M1 X1 എന്ന് പറയുന്നത് മാസ് മൊമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടോട്ടൽ മാസ് മൊമെൻറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു മാസ് മൊമെൻറ്റ് ഓഫ് ദോസ് സം ഓഫ് ദി മാസ് മൊമെൻറ്റ്സ് ഓഫ് ദ റെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു തിയറി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ നമുക്കൊരു എന്താണ് പൊസിഷൻ കണ്ടെത്താൻ ഒരു വഴി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നമുക്കതിന് ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുറച്ച് ഷോർട്ട് കട്ട്സ് പഠിച്ചു വെച്ചാൽ മതി. സി, ഇഫ് ദർ ആർ 3 masses, ഓക്കെ, ദെൻ ഇൻ ദാറ്റ് കേസ് പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ പറഞ്ഞതുപോലെ M1 X1 + M2 X2 + M3 X3 ഡിവൈഡഡ് ബൈ M1 + M2. അതുപോലെ തന്നെ y എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ഇറ്റ് ഇസ് ഈക്വൽ ടു M1 Y1 + M2 Y2 + M3 Y3 ഹോൾ ഡിവൈഡ് ബൈ M3 എന്ന് കൊടുക്കാം. അതിനെ നമുക്ക് കാൽക്കുലസിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം. ഓക്കെ, അതായത് നിങ്ങൾ ഭാവിയിൽ വല്ല കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് എന്ത്? ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എന്താണ്? dm × x ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ എന്താണ്? dm എന്ന് പറയുന്നത് നിങ്ങളിതിന് യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫോർമുലയാണ്. അതായത് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ എക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് dm × x എടുക്കാം. ആ dm എന്ന് പറയുന്നത് ആക്ച്വലി മാസ് ഓഫ് ദി യൂണിറ്റ് എലമെൻ്റ് ആണ്. ഇപ്പോൾ ഏതൊരു ബോഡി തന്നാലും ആ ബോഡിയുടെ മൊത്തം മാസിനെ അതിൻ്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഇതിപ്പം ഒരു റോഡാണെങ്കിൽ ഈ റോഡിൻ്റെ മാസ് m ആണ്. ഈ കാണുന്നതിൻ്റെ റോഡിൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ dm എന്ന് പറയുന്നത് മാസ് ഓഫ് യൂണിറ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, മാസ് ബൈ ലെങ്ത്ത്. അതുപോലെ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പീസിൻ്റെ എന്താണ് മാസാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ സൈസ് ഞാൻ dx എന്ന് എടുത്താൽ ഇതാ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന M/L നമുക്ക് വേണമെങ്കിൽ മ്യൂ എന്നിട്ട് കൊടുക്കാം. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് μdx. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും ഇൻ ഫ്യൂച്ചറിൽ. കാരണം ബോഡീസ് ഇറഗുലർ ആണെങ്കിലും റെഗുലർ ആണെങ്കിലും നമ്മൾ ചെയ്യാൻ പോണത് ഒരു കാൽക്കുലസിൻ്റെ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് യൂണിറ്റ് എലമെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാലേ നമുക്കിത് പ്രോബ്ലം ചെയ്യും. ഇപ്പം ലോങ് ലെങ്ത് ആണെങ്കിൽ ഇങ്ങനെ, ഇത് കുറച്ചുകൂടിയും വൈഡ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ആണെങ്കിൽ ബൈ ഏരിയ എടുക്കണം. അതായത് മാസ് ബൈ ഏരിയ എന്ന് എടുക്കണം. ഇൻറ്റു ഏരിയ ഓഫ് ദ സ്മോൾ സെക്ഷൻ എടുക്കണം. ഇനി ബൈ വോളിയം ആണെങ്കിൽ മാസ് ബൈ വോളിയം ഇൻറ്റു വോളിയം ഓഫ് ദ സ്മോൾ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പം മൊത്തം മാസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് എലമെൻറ്റ് കിട്ടി. അതിനെ നിങ്ങൾ എടുത്തിരിക്കുന്ന ചെറിയൊരു കുഞ്ഞു പോർഷൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അതാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന dmൻ്റെ ലോജിക്ക്. അത് നിങ്ങൾ എന്താണ് നമുക്ക് യൂസ് ചെയ്യാം if you are following these kind of formulas. Okay, so ഈ ഒരു കേസിൽ നമുക്ക് ഇതാ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പൊസിഷൻ
വെക്റ്റർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ആർ ഡി എം ആണ്. അപ്പോൾ ഇവിടെ 1/m എന്ന് പറഞ്ഞ ടോട്ടൽ മാസ് ഓഫ് ദി ബ്ലോക്ക് ആണ്. ദാറ്റ് ഇസ് ഇൻറ്റഗ്രൽ ഡി എം ആണെന്നുള്ളത് മറന്നു പോകരുതേ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതിൻ്റെ എന്താണ് റിയൽ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ടിൽ ദെൻ ബൈ ബൈ.